ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു സിമ്പിൾ ചിക്കൻ മന്തിയുടെ റെസിപ്പി നോക്കിയാലോ. അതിനായിട്ട് സബോള, തക്കാളി, മല്ലിച്ചപ്പ്, ക്യാപ്സിക്കം, പട്ട, ഗ്രാമ്പു, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എന്നിവയൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ ഞാൻ ഓൾറെഡി മന്തി മസാലയും ഒരു ചെറുനാരങ്ങയുടെ നീരും ഉപ്പൊക്കെ ചേർത്ത് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. എന്നിട്ട് കുക്കറിൽ 2 വിസിലടിച്ചാൽ മതി കേട്ടോ. ഓവർ കുക്കഡ് ആവാൻ പാടില്ല. ആ സമയം കൊണ്ട് സൺഫ്ലവർ ഓയിൽ മൂത്ത് വരുമ്പോൾ അതിലേക്ക് പട്ട, ഗ്രാമ്പൊക്കെ ഇട്ട് പിന്നെ സബോള ഇട്ട് വഴറ്റുക. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ വേഗം വഴന്ന് കിട്ടും കേട്ടോ. ഈ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ കാണാൻ എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണയുടെ കീടാണ് കേട്ടോ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നമ്മൾ വിറകടുപ്പിലല്ലേ വെക്കണേ, അതിൻ്റെ കരി ആയിട്ടുണ്ടെങ്കിലും വേഗം പോകാൻ വേണ്ടിയിട്ടാണ് ആ സൈഡിൽ ഇത് തേക്കണത്. ഇത് അങ്ങനെ ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക നന്നായി വഴന്ന് വരുമ്പോൾ. അത് വഴന്ന് വരുമ്പോൾ നമ്മൾ മാഗി ക്യൂബ്, തക്കാളി ഇതൊക്കെ ഇട്ടിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. ആ സമയം ഞാൻ ഗോൾഡൻ്റെ മന്തി റൈസാണ് എടുത്തേക്കണത്. അത് നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ കുതിരാൻ വെക്കണം. ഒരു പാത്രം അരിക്ക് 2 പാത്രം വെള്ളം എന്നാണ് കണക്ക്. പക്ഷെ കുറച്ച് വെള്ളം കുറച്ചെടുത്താൽ മതി. കാരണം എന്താ വെച്ചാൽ ചിക്കൻ്റെ വെള്ളം നമ്മളിതിൽ ഒഴിക്കണ കാരണം കൊണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ചിക്കൻ ക്യൂബ്, മാഗി ക്യൂബൊക്കെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വഴന്ന് വരുമ്പോൾ ഈ വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ഉപ്പും എല്ലാം പാകല്ലേ എന്നൊക്കെ ഒന്ന് നോക്കിയ ശേഷം വെള്ളം ഒന്ന് തിളപ്പിക്കാൻ വെക്കുക. വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ കുതിർത്തി വെച്ചിട്ടുള്ള റൈസ് ഇതിലോട്ട് ഇട്ടിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കണം കേട്ടോ. ഒരു 3/4 വേവേ ആവാൻ പാടുള്ളൂ. ആ സമയം കൊണ്ട് നമുക്ക് ചിക്കൻ്റെ കാര്യം നോക്കാം. ഇവിടെ മക്കൾക്ക് ആ ചിക്കൻ തന്നെ കഴിക്കാൻ നല്ല രസമാണെങ്കിലും മക്കൾക്ക് ഒന്നും കൂടി ഇഷ്ടം ഇതുപോലെ ഉണ്ടാക്കണതാണ്. അതുകൊണ്ട് ഞാൻ തക്കാളി, സബോളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒന്ന് അരച്ചെടുത്ത് വെളിച്ചെണ്ണയിൽ നന്നായി മൂപ്പിച്ച് ഈ ചിക്കനിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നന്നായി ഡ്രൈ ആക്കി എടുത്ത ശേഷം 3/4 വേവായ ചോറിലേക്ക് ഇത് മുകളിൽ വെച്ച ശേഷം ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കണം. അതിന് ശേഷം ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞെടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മന്തി റെഡി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.